ഹായ്, നെത്തോലി മീൻ പീര വറ്റിച്ചെടുക്കാമേ. അതിന് ഒരു മുറി തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്, 3-4 കൊച്ചുള്ളിയും പച്ചമുളകും മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കല്ലിലിട്ട് നല്ലപോലെ ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് അരച്ചെടുക്കുന്നില്ല. അമ്മയാണേ വെക്കുന്നത്, അപ്പോൾ അമ്മ എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നെത്തോലി മീനും മാങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചട്ടിക്കകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട്, ഇത് വെള്ളം കുറവാണ് ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച്. എന്നിട്ട് നെത്തോലി മീനും മാങ്ങയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് മീനിനകത്തുനിന്ന് നല്ല വെള്ളം ഇറങ്ങും. ആ വെള്ളമെല്ലാം നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ശകലം വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പത്തോട്ട് വെക്കുമ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് തിള വരുമ്പോൾ പിന്നെ സിമ്മിലാക്കി കൊടുത്താൽ മതിയേ. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു തിള വരും കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് നല്ലപോലെ വെള്ളം തെളിഞ്ഞ് വരും. ആ വെള്ളം നല്ല വറ്റിച്ചെടുക്കണം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് വാങ്ങാൻ നേരം നമ്മൾ ശകലം വെളിച്ചെണ്ണയും ഇച്ചിരി ഉലുവാപ്പൊടിയും ചേർത്താൽ മതിയേ. നെത്തോലി പീര വറ്റിച്ചതാണ്ട് നല്ല വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബായ്.